അപ്പൊ ഇന്നത്തെ ഇൻട്രോ പറയാൻ പോകുന്നത് ആരാന്നറിയാമോ? പറഞ്ഞോ. വല്ലതും മനസ്സിലായ നിങ്ങക്ക്? കാടുകളൊക്കെ കേട്ടില്ലേ? നമ്മുടെ ലാലേട്ടന്റെ പ്രൊമോയാണ് ഈ പറയുന്നട്ടാ. എനിക്കറിയത്തില്ല ഇതൊക്കെ എപ്പോ പഠിച്ചെന്ന് എങ്ങനെ പഠിച്ചെന്ന്. പക്ഷേ ഇതൊക്കെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി ഞാൻ. എപ്പോ പഠിച്ചതാ കുഞ്ഞു ഇതൊക്കെ? ടി വി കണ്ടിട്ട് പഠിച്ചതാണെന്ന് കേട്ടാ. 7ന്റെ പണി അല്ലേ? വാ ഇനി നമുക്ക് തുടങ്ങാം. വാ, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നിങ്ങളുടെ. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ കമന്റില്, അല്ല അതിന്റെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാലേട്ടന്റെ ആദ്യത്തെ ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് 274 കമന്റ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര്. ഗെയിം കളിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അല്ല ഞാൻ പറയണില്ലേ, ഷെബി പറയേ. ഗെയിമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നന്നായിട്ട് ഇതിനകത്ത് ഗെയിം കളിക്കണ ഒരു 10 പേര്. ആരാണ് പറ? അനീഷാണ്. അനീഷ് നിൽക്കുന്നുണ്ട്, ഷാനവാസ് നിൽക്കുന്നുണ്ട്. ഷാനവാസും അനീഷുമാണ് ഇപ്പൊ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കണെന്ന് പറയുന്നത്. പിന്നെ അനു, ഓഫ്കോഴ്സ് അനു ഒരു സേഫ് സൈഡിൽ നിന്നിട്ട് അനുവിനെ ഇപ്പൊ പൊക്കിക്കൊണ്ടുവന്നത് അനീഷാണ്. അതുപോലെ അപ്പാനി പിന്നെ അക്ബർ നല്ല അപ്പാണി. എനിക്ക് തോന്നുന്നത് മറ്റേ ഗ്രൂപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് അടിക്കും. പക്ഷെ ഈ അനീഷിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു അത് മാത്രമല്ല, അപ്പാനി ഒറ്റയ്ക്ക് നിൽക്കണതാണ് രസം. അക്ബർ അപ്പാനി ആര്യൻ കളിക്കുന്നുണ്ട്, ജിസേല് കളിക്കുന്നുണ്ട്, അഭിയുടെ ഗെയിമൊക്കെ അങ്ങ് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലോയിനൊത്ത് പോണ ആളാണ് ശാരികയ്ക്ക് നല്ല പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ട്. പക്ഷെ കണ്ടന്റ് അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ ആള് നല്ല രീതിയിൽ റിയൽ ആയിട്ട് തന്നെ നിൽക്കുന്നത്. കളിക്കാതെ ഒട്ടും കളിക്കാതിരിക്കണത് ശൈത്യ ഗെയിമിലേക്ക് മുൻഷിയുണ്ട്, കളിക്കുന്നുണ്ട്. പക്ഷെ അത് വർത്താനമൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വക്കീലുണ്ടല്ലോ ശൈത്യ, പാവം കുട്ടിയാണ്. പക്ഷെ ഇങ്ങനെയല്ല, അതെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിൽക്കണം. ഇപ്പൊ പറഞ്ഞു ലൈവില് പറഞ്ഞിട്ട് ഇവിടെ എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയല്ല, നമ്മളാണ് ചെയ്യേണ്ടത്, നമ്മളാണ് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അനീഷിന് ഒന്നും ചെയ്യാനില്ല, പക്ഷെ അനീഷ് ചെയ്യണില്ലേ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ആദിലെ നൂറേ എനിക്ക് അത്ര എന്റെ മനസ്സിലേക്ക് അങ്ങ് കയറി വന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇല്ല, എന്റെ മനസ്സിലില്ല, കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. അവര് രണ്ടുപേർക്കും അറ്റ്ലീസ്റ്റ് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചാൽ തന്നെ കുറച്ച് കണ്ടന്റ് അല്ലേ? അങ്ങനെ അവര് ഒരു ഫീല് വരുന്നില്ല. ബിൻസി ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് ബിൻസി ആയിരുന്നു. നെഗറ്റീവ് ആണ്. പക്ഷെ കുറച്ച് നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് നമ്മള് പ്രതീക്ഷിച്ചു കൊറേ. രേണുസുതി കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കണ്ട അത്ര ഹൈപ്പ് ഇല്ല. നമ്മൾ ഒരു സംഭവം ബോൾ ഇട്ട് കൊടുത്താ അടിച്ചങ്ങിടുന്ന ആളാണ് രേണു. അങ്ങനെ ഇന്ന് ലാലേട്ടൻ എന്ത് ചോദ്യം? ലാലേട്ടൻ പുതിയ രീതിയിലൊക്കെ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ, പറയാൻ പറ്റൂല. കാര്യം സീസൺ 7 7ന്റെ പണിയാണ്. അപ്പം അല്ലേ, എനിക്ക് തോന്നുന്നത് പുതിയ രീതിയിലുള്ള ഒരു ഇത് കാണാൻ പറ്റിയ സന്തോഷം വീക്കെൻഡ് ലാലേട്ടന്റെ. അനീഷിനെ മിക്കവാറും നിങ്ങൾ ചോദിക്കാൻ റെഡി. കാര്യം ക്യാപ്റ്റൻ ആയിരുന്നു. ഒരുപാട് തെറ്റുകൾ അനീഷിന്റെ ഭാഗത്തും വന്നു, വീട്ടുകാരുടെ ഭാഗത്തുനിന്നും വന്നു. പക്ഷെ അത് എങ്ങനെ ഇവർ കൊണ്ടുപോകും? കാര്യം ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ കൊണ്ടുപോകണം. ഉള്ള ഗെയിമേഴ്സിന്റെ ഗെയിം നശിപ്പിക്കരുത്. അതിന്റെ ശൂരത്വം, അവരുടെ ശൂരത്വം നശിപ്പിച്ചാൽ പിന്നെ ഒന്നുമില്ല അല്ലേ? കഴിഞ്ഞ സീസൺ വരെ ലാലേട്ടൻ ഭയങ്കര എന്ത് മോനെ എന്നുള്ള ഒരു അല്ല, ഒരു കമന്റിൽ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചതില്ലേ കുറെ കമന്റ്സ് ഉണ്ടെന്ന്. അതിനകത്ത് ഒരു കമന്റിൽ ഉണ്ടായിരുന്നു ലാലേട്ടൻ ഈ മോനെ വിളി നിർത്തണം. ഇതിന്റെ ഷെബീസെ വൈൽഡ് കാർഡ് കയറുവോ? വൈൽഡ് കാർഡ് ഈ പ്രാവശ്യം കേറാനായിട്ടുണ്ടോ ഈ ആഴ്ചയിൽ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേണ്ട ഇപ്രാവശ്യം വേണ്ടെന്നല്ലേ? അങ്ങനെയല്ല, ഈ ആഴ്ച വേണ്ടെന്ന് ഷെബിക്ക്. എല്ലാം മഴയാണ് കേട്ടോ പുറത്ത്. ഇസക്കുട്ടി, ബിഗ് ബോസിൽ ആരെയാണ് കുഞ്ഞുവിന് ഇഷ്ടം? പറ. അയ്യോടാ എന്റെ പൊന്നും മുത്തേ, ബിഗ് ബോസിൽ അമ്മേനെയാണോ ഇഷ്ടം കുഞ്ഞിന്? ആണോ? അമ്മേനെയാണോ ഇഷ്ടം? ലാലേട്ടന് ഇഷ്ടല്ലേ? അവിടെ പറഞ്ഞു കേട്ടോ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നെ പറയൂന്ന്. ഞാൻ വിചാരിച്ചു ലാലേട്ടനെ പറയുന്നാണ് വിചാരിച്ചത്. ബിഗ് ബോസ് കാണുവോ? എത്ര കാണും? 5 കാണുമോ? 5. ഇപ്പൊ ബിഗ് ബോസ് ഇത്തിരി ശല്യമാണ്, അമ്മേനെ കിട്ടണില്ല. എന്തും എപ്പോ നോക്കിയാലും ബിഗ് ബോസ് എന്ന് പറയുന്നത് അമ്മ എന്നാണ് കുഞ്ഞു പറയണത് അല്ലേ? ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 100 സംസാരമാണ്. മനസ്സിലായി നിങ്ങൾക്ക്? എപ്പോഴും വീഡിയോ എടുക്കല് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 100 ഡേയ്സ് സംസാരമാണെന്ന്. ഓ അങ്ങനെയാണല്ലേ? എപ്പോഴും 100 ആണല്ലേ? 100 ഡേയ്സ്. എന്തോന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്?
ഓ ഹെയർ ഓയിൽ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മയ്ക്ക് ഇപ്പൊ പറ്റത്തില്ല. കാര്യം ബിഗ് ബോസ് 100 days ഉണ്ടല്ലേ കുഞ്ഞു. പിന്നെ ബിഗ് ബോസിന്റെ വീട് ഇഷ്ടപ്പെട്ടോ? ഇത് ആര് തന്നതാണ്? ഇത് സുനില ചേച്ചി തന്നതല്ലേ? ഇത് നമ്മുടെ സബ്സ്ക്രൈബർ കൊടുത്തതാണ് കേട്ടാ കുഞ്ഞുന്. ഇതെന്താണിത്? ഇതാരാ? ബാർബി മർമെയ്ഡ് ബാർബിയാണ് എന്റെ കുഞ്ഞുവിന് സുനില ചേച്ചി കൊടുത്തതാണ് കേട്ടോ. ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ബാർബി ഒന്നും എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ ഒരിക്കലല്ലേ ഷെബീസേ, നമ്മളൊന്നും ജീവിതത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ബാർബിയുടെ സ്പെല്ലിംഗ് പോലും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അല്ലേ, നമുക്ക് കിട്ടാത്തത് നമ്മുടെ കുഞ്ഞിന് കിട്ടുമ്പോൾ ഒരു സന്തോഷം അല്ലേ. സുനിൽ ചേച്ചി താങ്ക് യു കേട്ടാ. എനിക്ക് സുനിൽ ചേച്ചി സത്യം പറഞ്ഞാല് അമേരിക്കയിൽ നിന്ന് അല്ലെ കാനഡയിൽ നിന്ന് വന്നതാണ് സുനിൽ ചേച്ചി. അല്ല കാനഡയിൽ നിന്ന് പോലെ കാനഡയിൽ നിന്ന് വന്നതാണ്. കാനഡയിൽ നിന്ന് വന്നപ്പോ സുനില ചേച്ചി കൊടുത്ത ഗിഫ്റ്റ് ആണ് ഈ ബാർബി കൂടാതെ കുറച്ച് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുട്ടായി ഉറക്കൂല കേട്ടോ. എന്റെ പൊന്നോ, ഡിയർ മുട്ടായി അല്ലേ? ഡിയർ അല്ല, സോറി, ഷീപ്പ് ആ മുട്ടായി മേടിച്ചു കൊടുത്തു. അങ്ങനെ സുനിൽ ചേച്ചി നമ്മുടെ ഉടുപ്പ് മേടിച്ചു തന്നു. സബ്സ്ക്രൈബറാണ് നമ്മുടെ സബ്സ്ക്രൈബർ. സുനിൽ ചേച്ചി പണ്ട് കുഞ്ഞുവാവയായിരുന്നപ്പോഴും ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നാട്ടിലേക്ക് വന്നപ്പോഴും ഗിഫ്റ്റ് അയച്ചു. പക്ഷെ സുനിൽ ചേച്ചിക്ക് എണ്ണ കൊടുക്കാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വിഷമം. സുനിൽ ചേച്ചി പോയി, അതെ വിഷമായി പോയി. പിന്നെ അല്ലാണ്ട് പിന്നെ ചേച്ചി വിചാരിച്ചോണ്ടിരുന്നത് എണ്ണ ഉണ്ടാവും, സ്റ്റോക്ക് തീർന്നു. പോട്ടെ, അതൊക്കെ നമുക്ക് നവംബർ നമ്മുടെ ബിഗ് ബോസ് കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പം ലൈവ് നടക്കുന്നത്, ലൈവിന് ചപ്പാത്തി ബർത്തനാണ്. അപ്പാനി എവിടെ? ഇവന് ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കും. ഇവനെ ഒരാഴ്ചക്കുള്ളിൽ ഈ അപ്പാനിയാണെങ്കിൽ ശപഥം എടുത്തിരിക്കുകയാണ്. ചേട്ടാ ഒന്ന് സ്ക്വയർ ഇതൊക്കെ മതി. അപ്പൊ അനീഷ് വരുവേ. ഇങ്ങനെ നടക്കണം. അനീഷ് വരും. ഞാൻ പറഞ്ഞിരിക്കുന്നത് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങള് ചപ്പാത്തി മാവ് കുഴക്കണം. പോടാ, സൗകര്യമില്ല. ചപ്പാത്തി മാവ് 1 മണിക്കൂർ കൊണ്ട് കുഴക്കാൻ. കുഴച്ചല്ലേ പറ്റുള്ളല്ലേ അതിന്. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. പോടാ, നീ പോടാ. എടാ, നമുക്ക് എല്ലാവർക്കും കൂടെ അവന് വോട്ട് ചെയ്യണം. ഇവന് ഈ ആഴ്ച ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ പോയ എനിക്ക് ലൈവ് ഇന്നത്തെ ലൈവ് എനിക്ക് പറ്റില്ല. അത്ര രസമുണ്ട് കേട്ടാ. നിങ്ങൾ കണ്ടുവെക്ക്. ഇപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരാം. അതുവരേക്കും ബൈ.